നമസ്കാരം. ഉണർന്നു പ്രവർത്തിക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ് പ്രായഭേദമന്യേ മിക്കരുടെയും തന്നെ പരാതി. സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ശ്രദ്ധക്കുറവും മറവിയും കുഞ്ഞുങ്ങളെ പോലും പിടികൂടിയിട്ടുണ്ട്. ഇത് മുതിർന്ന ആൾക്കാർക്ക് മാത്രമല്ലതല്ല ഈ കാലത്ത്. അതുപോലെ ബ്രെയിൻ ഫോഗും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ലായ്മയും ഇന്ന് വളരെയധികം ഒരു രോഗം പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മറവിയും മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ മറവി എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്താതിരിക്കാനും കുഞ്ഞുങ്ങളിലൊക്കെ ബുദ്ധിശക്തി, ഗ്രഹണശക്തി, മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് സഹായിക്കുന്ന 3 രസായന കൂട്ടുകൾ നമുക്ക് ആയുർവേദത്തിൽ എങ്ങനെ ഏത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടെയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭക്ഷണമാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാടേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചൂടെ, ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് നമ്മൾ പാരൻസും കൂടെ ചെറിയ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ഇതുപോലുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ വളരെയധികം ഗുണം ചെയ്യും. ഇനി നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ മറവി എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. നിസാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഓർത്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അതിന് പലവിധ കാരണങ്ങളാണെങ്കിലും നമുക്ക് ഇത്തരം ആയുർവേദ മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണമൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ മാറ്റിമറിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കിയാലോ. അതിൽ ഒന്നാമത്തേത് സ്വാരസദാരിഷ്ടമാണ്. സ്വാരസദാരിഷ്ടത്തിൽ സ്വർണം ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഓർമ്മശക്തി, ധാരണാശക്തി, ബുദ്ധിശക്തി, വാക്ചാതുര്യം പോലുള്ള കാര്യങ്ങൾ, മാനസികാരോഗ്യം കൂട്ടാനായാലും ഒക്കെ തന്നെ സാരസ്വതാരിഷ്ടത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഇത് ധന്വന്തരി ഭഗവാൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ധൃതി, സ്മൃതി ഇതെല്ലാം തന്നെ പാലിക്കുന്ന ഒന്നാണ്. അതായത് നമുക്കുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി ആയാലും, അതായത് ലേണിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിനെ ആ ധൃതി എന്ന് പറയുമ്പോൾ നമുക്കതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി. സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മപ്പെടുത്തൽ, അല്ലെ റീകോൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ സഹായിക്കുന്നതാണ് സാരസ്വതാരിഷ്ടം. പിന്നെ മറ്റുള്ള അരിഷ്ടങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് സാരസ്വതാരിഷ്ടം നമുക്ക് പാല് ചേർത്തും കഴിക്കാവുന്നതാണ്. ഭക്ഷണശേഷം കഴിക്കാനാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മി, ശംഖപുഷ്പി, അശ്വഗന്ധ, വിതാരി, അല്ലെങ്കിൽ വജ, കൊട്ടം, വിഴാലരി തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ആയുർവേദ മരുന്നുകളും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 15 ml അരിഷ്ടത്തിൽ 90 ml തിളപ്പിച്ചാറിയ പാലിൽ ഒക്കെ രാത്രി ഭക്ഷണശേഷം കഴിക്കാനാണ് പറയുന്നത്. പിന്നെ അപസ്മാരം, ഉന്മാദം, ആകുലത, ചിന്ത, ഭയം, അതുപോലെ ഉറക്കക്കുറവ് ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. മെൻ്റൽ സ്റ്റെബിലിറ്റി വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക്, അതുപോലെ നമുക്ക് ഡിലേഡ് മൈൽ സ്റ്റോൺ ഉള്ളവർക്ക്, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാം. അതായത് ഡിലേഡ് മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ നടക്കുന്നത്, ഇരിക്കുന്നത്, ഇഴയുന്നത്, അതിനൊക്കെ ഓരോ സമയമുണ്ടല്ലോ. ഇതൊക്കെ വളരെ ലേറ്റായിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ പറയാറുണ്ട്. പിന്നെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ആയുർവേദ ഡോക്ടറിനെ സമീപിച്ചു കഴിഞ്ഞാൽ നേരിട്ടുള്ള കൺസൾട്ടേഷൻ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ചില മരുന്നുകളുടെ കൂടെ ഇത് ഉപയോഗിക്കാനാണ് പറയാറുള്ളത്. ഞാൻ പറഞ്ഞത് ഓർമ്മശക്തി, ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നു. അതല്ലാതെ മറ്റ് ചില കണ്ടീഷൻസിൽ മറ്റ് മരുന്നുകളുടെ കൂടെയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ബ്രഹ്മീഘൃതമാണ്. ഈ ബ്രഹ്മീഘൃതത്തിന് തന്നെ വലിയ പഥ്യങ്ങളൊന്നും പറയാത്തൊരു ഘൃതമാണ്. ഇത് നമുക്ക് വെറും വയറിൽ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ ഉപയോഗിക്കാം. അതിന് കൂടെ തന്നെ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ കൂടെ കുടിക്കുന്നത് നല്ലതാണ്. ഇതും തന്നെ നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ധാരണാശക്തി ഇതെല്ലാം കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതിന് കൂടെ തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിക്കും തന്നെ സഹായിക്കുന്നുണ്ട്. ബ്രഹ്മി, മണ്ഡൂകപർണി, ശംഖപുഷ്പി എന്നുള്ളവയൊക്കെ തന്നെ നമുക്ക് നെയ്യിൽ കാച്ചിയെടുക്കുന്നതാണ്. അതിനുശേഷം കൽക്കമായിട്ടും തന്നെ ഇതിലേക്ക് കടുക്, വയമ്പ്, വെള്ളക്കൊട്ടം, തിപ്പലി, നറുനീണ്ടി, ഇന്ദുപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഘൃതം തയ്യാറാക്കി എടുക്കുന്നത്. ഒരു 5 മുതൽ 10 ml വരെയൊക്കെ തന്നെ 2 നേരമായിട്ടൊക്കെ തന്നെ കഴിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇത് ഘൃതങ്ങളൊക്കെ വെറും വയറിൽ കഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ, മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തേത് ബ്രഹ്മരസായനമാണ്. 50ലേറെ
ഒട്ടേറെ ആയുർവേദ മരുന്നുകൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണ് ബ്രഹ്മരസായനം എന്നുള്ളത്. ഇതുപോലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ തന്നെ ഏറെ ഗുണകരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും ജോലിയിലൊക്കെ നമുക്ക് അത്തരം ആവശ്യങ്ങൾ വരാറുണ്ടല്ലോ. ആ സമയത്തൊക്കെ പഠിച്ചത് ഓർത്തെടുക്കാനും പോയിന്റ് വൈസ് ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടാൻ അതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലുള്ള മരുന്നുകൾ കഴിച്ച് പോകുന്ന ഒരു സിസ്റ്റമൊക്കെ തന്നെയുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് ശീലിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എക്സാമിന് തൊട്ട് മുമ്പൊക്കെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെമ്മറി പവർ നല്ല മാറ്റം കാണാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉള്ള കണ്ടീഷനിലൊക്കെ തന്നെ വ്യോഷാദി ചൂർണം പോലുള്ളവയൊക്കെ തക്രം അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് മോര് ചേർത്തിട്ടൊക്കെ തന്നെ അനുപാനത്തിൽ കൊടുക്കാറുണ്ട്. അതിനുശേഷം അഗ്നിദീപ്തി ഉണ്ടായി കഴിഞ്ഞാൽ അന്നഭേദി സിന്ദൂരം പോലുള്ള മണ്ടൂരോ അടക്കം തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമുക്ക് ഈ അനീമിയ മാറ്റാനുള്ള രീതിയിലുള്ള ചില ചികിത്സാ രീതികളുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അത് പെട്ടെന്ന് താഴ്ന്നു പോവാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അയൺ ഡെഫിഷ്യൻസി പിന്നീട് ഉണ്ടാവാതിരിക്കാൻ ഇതുപോലുള്ള ബ്രഹ്മരസായനം കുറച്ചധികം നാൾ 1-2 മാസമൊക്കെ തന്നെ തുടർച്ചയായിട്ട് കഴിക്കാൻ വേണ്ടിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ രസായനം തന്നെ ഇത്തരം ഓർമ്മശക്തിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല, മറ്റുള്ള ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ കൂടെ പല കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാതരക്തമുള്ള കണ്ടീഷനിലാണെങ്കിൽ രാത്രി തന്നെ ഒരു 50 ഗ്രാമൊക്കെ ഭക്ഷണമായിട്ട് ഭക്ഷണത്തിന് പകരമായിട്ട് ഭക്ഷണം കഴിക്കരുത്, രാത്രി ഭക്ഷണം, അതിന് പകരം പാലിന് കൂടെ ഇത് കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഗുണം മാത്രമല്ല, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് യൂത്ത്ഫുള്ളായിട്ട് നിലനിർത്താനും ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്തരം ആയുർവേദ മരുന്നുകൾ. അപ്പോൾ ഇത് കൂടെ നിങ്ങൾക്ക് ശംഖുപുഷ്പം ഉൾപ്പെടുത്തുന്നതായാലോ ബ്രഹ്മി ഉപയോഗിക്കുന്നതായാലോ അല്ലെങ്കിൽ ഇരട്ടി മധുരം ഉപയോഗിക്കുന്നത്, ഇത്തരം മേധി രസായനം അല്ലെങ്കിൽ മേധി ഗണത്തിൽ പെട്ടിട്ടുള്ള ഒരുപാടേറെ ആയുർവേദ മരുന്നുകളുണ്ട്. ഇതിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ഇത് തനിയോ ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്തരം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ പോഷകാഹാരം ആവശ്യമാണ് കേട്ടോ. ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കും ഒക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിന് പറ്റുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിലൊന്ന് നമ്മുടെ നട്ട്സുകളും വിത്തുകളുമാണ്. വാൽനട്ട്, ബദാം, ചിയ വിത്ത്, ഫ്ലാക്സീഡ് വിത്ത്, മത്തൻ വിത്ത്, ഇതൊക്കെ വൈറ്റമിൻ ഇ, മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകൾ, സിങ്ക്, മാഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബെറികളും അതുപോലെ അവോക്കാഡോ ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തലച്ചോറിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കാൻ നല്ലതാണ്. അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള നമ്മുടെ കോശങ്ങൾക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഓർമ്മശക്തിക്കൊക്കെ തന്നെ വളരെ ഉതകുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. അത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള നെയ്യാണ്. നെയ്യോ അത് കൊളസ്ട്രോൾ കൂട്ടില്ലേ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക. പക്ഷെ നെയ്യിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് അമിതമായിട്ട് കഴിക്കാനല്ല, വെറും വയറിലൊക്കെ നമുക്ക് ഒരു സ്പൂണ് അല്പം ചൂടുവെള്ളവും കൂടെ അതിന് പുറമെ കുടിച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ ചൂടുള്ള പാലിൽ കലക്കിയിട്ടോ ഒക്കെ തന്നെ കുടിക്കാവുന്നതാണ്. ഒമേഗ-3, ലിനോളിക് ആസിഡ്, ഇത് ഇത്തരം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് പ്രഭാത ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഈ നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ആയിരിക്കണം നിങ്ങളുടെ പ്രഭാത ഭക്ഷണം. ആ അന്നേ ദിവസത്തെ മുഴുവനായിട്ടുള്ള എനർജി നിശ്ചയിക്കുന്നത് പ്രഭാത ഭക്ഷണമാണ്. ഡാർക്ക് ചോക്ലേറ്റ്, തവിടുള്ള അരി, ഗോതമ്പ്, ഓട്സ് ഇവയെല്ലാം ഊർജ്ജം നൽകുന്ന ഭക്ഷണമാണ്. അതുപോലെ പ്രോബയോട്ടിക്കുകളായിട്ടുള്ള തൈര്, ബട്ടർ മിൽക്ക് ഇവയൊക്കെ കഴിക്കാവുന്നതാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ പിന്നെ വെള്ളം കുടിക്കണമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. നല്ല പോലെയുള്ള ഉറക്കം ലഭിക്കാനും കൂടെ ശ്രദ്ധിക്കണേ. കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഓർമ്മശക്തിയും ഒക്കെ തന്നെ കാര്യക്ഷമതയും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 8 മണിക്കൂർ, അത്രയും പറ്റിയില്ലെങ്കിലും ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. അതുപോലെ മുട്ട എന്നുള്ളത് ബുദ്ധിശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ്. പാൽ എന്നുള്ളത് ദൈനംദിന ഭക്ഷണത്തിൽ പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിശക്തിക്കും ചിന്താശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് ഏറ്റവും വേണ്ടുന്ന ഒരു സമീകൃത ആഹാരമാണ് പാല്. പാലിൽ നിന്ന് വൈറ്റമിൻ ബി, പ്രോട്ടീൻ ഇവയൊക്കെ ലഭിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിനും അത് കാര്യക്ഷമമാക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പാല്. തൈര് തുടങ്ങിയവയൊക്കെ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസറിനെ ചെലുക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബ്രൊക്കോളി. ആരോഗ്യകരമായിട്ടുള്ള തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഘടനാപരമായിട്ടുള്ള കൊഴുപ്പ്, DHA, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ബുദ്ധി വർദ്ധിപ്പിക്കാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും ഏറെ ഉപകരിക്കുന്ന ഒന്നാണ് കേട്ടോ ഇലക്കറികൾ. ചീര, ബ്രൊക്കോളി തുടങ്ങിയ ഇലക്കറികൾ വൈറ്റമിൻ കെ, ലൂട്ടീൻ, ഫോളേറ്റ്, ബീറ്റ കരോട്ടിൻ ഇതൊക്കെ മസ്തിഷ്ക ആരോഗ്യത്തിന് ആവശ്യമായ
ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും നേരിടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.